ന്യൂസ് കോട്ടയം. പാഞ്ഞാൾ അതിരാത്രം പരിസ്ഥിതിയിലുണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ച് പഠിച്ച ഗവേഷക സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്നു. പരിസ്ഥിതിയിൽ സ്വാധീനമുണ്ടാക്കാൻ അതിരാത്രത്തിന് കഴിഞ്ഞു എന്നാണ് പഠന സംഘം അവകാശപ്പെടുന്നത്. ഏപ്രിൽ ആദ്യവാരം തൃശൂരിലെ പാഞ്ഞാളിൽ നടന്ന അതിരാത്രത്തിന്റെ ശാസ്ത്രീയ വശങ്ങളും അതേ തുടർന്ന് അന്തരീക്ഷം, മണ്ണ്, സൂക്ഷ്മജീവികൾ തുടങ്ങിയവയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചുമാണ് ഗവേഷക സംഘം പഠനം നടത്തിയത്. ക്യുസാറ്റ് ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സിന്റെ മുൻ ഡയറക്ടർ ഡോക്ടർ VPN നമ്പൂതിരിയാണ് ഗവേഷക സംഘത്തിന് നേതൃത്വം നൽകിയത്. അതിരാത്രത്തിന്റെ പരിസരങ്ങളിൽ സൂക്ഷ്മജീവികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായെന്നാണ് സംഘം പറയുന്നത്. എന്നാൽ ഗുണപ്രദമായ സൂക്ഷ്മജീവികളും നശിക്കുന്നത് നല്ലതോ ചീത്തയോ എന്ന് വ്യക്തമാക്കാൻ അവർക്കായില്ല. യാഗസ്ഥലത്തിനടുത്ത് വിവിധയിടങ്ങളിലായി പലയിനം വിത്തുകൾ മുളയ്ക്കുന്നതിന്റെ വേഗത നിരീക്ഷിച്ചിരുന്നു. എങ്കിലും കടലയുടേത് മാത്രം വേഗം മുളയ്ക്കുന്നതായി കണ്ടെത്തി. പക്ഷേ ഇതിൽ അതിരാത്രത്തിന് എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞോ എന്ന് പഠിച്ചു വരുന്നേയുള്ളൂ. മഴ പെയ്യുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫലശ്രുതി അല്ല. പക്ഷേ മഴ പെയ്യുന്നുണ്ട്, അത് നമുക്ക് ഇഷ്ടം പോലെ സയൻറ്റിഫിക് റീസൺ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ആർട്ടിഫിഷ്യൽ റെയിൻ പോലെ ഇതിൽ നിന്ന് വരുന്ന ധാരാളം പർട്ടിക്കുലേഴ്സ് ഉണ്ട്. കാർബൺ തരികളുണ്ട്, കെമിക്കൽസ് ഉണ്ട്. ഇതെല്ലാം മുകളിലേക്ക് പോയിട്ട് ഈ ക്ലൗഡിനെ സീഡ് ചെയ്യും. ക്ലൗഡ് ഇല്ലെങ്കിൽ തന്നെ അറ്റ്മോസ്ഫിയറിലുള്ള ഈ ഹ്യൂമിഡിറ്റി, വാട്ടർ വേപ്പറിൽ ഇതിൽ വന്ന് കണ്ടൻസ് ചെയ്യും. ഈ പർട്ടിക്കുലേഴ്സിൽ അങ്ങനെ കണ്ടൻസ് ചെയ്ത് മേഘം ഉണ്ടാകും. ഇനിയും ഗഹനമായ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയിട്ട് മാത്രമേ അന്തിമമായ റിപ്പോർട്ട് പുറത്തുവരികയുള്ളൂവെന്ന് ഗവേഷക സംഘം അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.